നീ എന്നെ ഊക്കി ഇതായിക്കോട്ടോ. അതില് ചാൻസ് ചോദിച്ചാൽ വരാൻ വേണമെങ്കിൽ നടക്കില്ല കേട്ടോ, നടക്കൂല കേട്ടോ. നമ്മൾ ഒരുമിച്ച് അഭിനയിച്ച് ഒരു പടം ഇതുവരെ ഓടിയിട്ടില്ല. പറഞ്ഞു ഒരു പടം ഓടിയിട്ടില്ല, ഇറങ്ങിയിട്ടില്ല, ഓടിയിട്ടില്ല പലതും. നമ്മുടെ കോമ്പോ ഫ്ലോപ്പാണ്. അതാണ് എന്ത് ചതിയാണ്. ഇതുപോലെ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് അച്ഛന് എന്റെ കയ്യിൽ 500 രൂപ സ്ക്രിപ്റ്റ് എഴുതരാന്ന് പറഞ്ഞൊരു സാധനം ഓർമ്മയുണ്ടോ? ചിലപ്പോ ഞാനും പിണങ്ങും, വീണ്ടും സിനിമ ചെയ്യില്ല. ഞങ്ങൾ പിണങ്ങോ? ധ്യാനുമായിട്ട് ആക്ച്വലി ഞാൻ ധ്യാനുമായിട്ട് സംസാരിക്കുന്നത് ഒരു മൂവി ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെ ആ ഡിസ്കഷനിലാണ് ഞാൻ ധ്യാനോട് പറയുന്നത് എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ട്, ധ്യാനൊന്ന് കേൾക്കണമെന്ന്. അങ്ങനെ അത് കേട്ടു, ഞാൻ ഇഷ്ടമായി. അങ്ങനെ ഞങ്ങളുടെ പ്രോജക്റ്റ് ഓണായത്. പിന്നെ ഡെഫിനറ്റ്ലി ആഗ്രഹമുണ്ട്. ധ്യാൻ റെഡിയാണ്, നമ്മൾ ചെയ്യുമല്ലോ. അതില് ചാൻസ് ചോദിച്ചാൽ വരാൻ വേണമെങ്കിൽ നടക്കില്ല കേട്ടോ, നടക്കൂല കേട്ടോ. നമ്മൾ ഒരുമിച്ച് അഭിനയിച്ച് ഒരു പടം ഇതുവരെ ഓടിയിട്ടില്ല. പറഞ്ഞു ഒരു പടം ഓടിയിട്ടില്ല, ഇറങ്ങിയിട്ടില്ല, ഓടിയിട്ടില്ല പലതും. നമ്മുടെ കോമ്പോ ഫ്ലോപ്പാണ്. ആ അതെ, ആ ആ അതെന്ത് വൈ നോട്ട്? ഇതുപോലെ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് അച്ഛന് എന്റെ കയ്യിൽ 500 രൂപ സ്ക്രിപ്റ്റ് എഴുതരാന്ന് പറഞ്ഞൊരു സാധനം ഓർമ്മയുണ്ടോ? ഏതവിടെ സ്ക്രിപ്റ്റ്? എവിടെ? നിങ്ങളല്ലേ മധ്യസ്ഥ നിന്നത്? സ്ക്രിപ്റ്റിലല്ലേ പുള്ളി എഴുതരാന്നല്ലേ പറഞ്ഞത്? തയ്യാറാണെന്ന് ചോദിക്കും, പോയിട്ട് വീട്ടിൽ പോയിട്ട് എവിടെ ചോദിക്കും. ആ സ്ക്രിപ്റ്റാണ് ഞാൻ സോമിച്ചിട്ട് ബാനറിൽ ചെയ്യാൻ പോകുന്ന സിനിമ. ഓക്കെ ഓക്കെ ആണ്, ഓക്കെ ആണ്. നമ്മളപ്പോഴത്തേക്ക് അടുത്ത പ്രോജക്റ്റിലോട്ട് പോവുമല്ലേ. അവര് വിളിച്ചാൽ സംസാരിക്കും, വിളിച്ചില്ലെങ്കിലും വിഷമമില്ല. അവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടായല്ലോ, പിന്നെ അവരതുമായിട്ട് മുമ്പോട്ട് പോവുമല്ലേ. അത്രയേ ഉള്ളൂ. നമുക്ക് സന്തോഷമാണ്. പിന്നെ നമ്മളുടെ ഒരു മൂവി കൂടെ അവർ വലിയൊരു ഡയറക്ടർ ആവുന്നു, നമ്മൾ പ്രൊഡ്യൂസർ ആണല്ലോ എപ്പോഴും റിസ്ക് എടുക്കുന്നത്. അപ്പം അതിൽ വിജയിച്ചു അവർ. അവർക്ക് കഴിവുണ്ട് ഡെഫിനറ്റ്ലി. പിന്നെ അത് ഫ്യൂച്ചറിൽ വിളിക്കുന്നത് വിളിക്കാത്തവരൊന്നും ഇഷ്ടമല്ലേ. അത് വല്ലാത്ത വിഷമത്തിലേക്കും വേണം എത്തിയായിരുന്നു. വലിയ ഇടപെടലൊക്കെ ഉണ്ടായി. പിന്നെ ഒരു സിനിമയ്ക്ക് അവരെ സമീപിക്കണമെന്നോ അവരുമായിട്ട് ഇങ്ങനെ കൈകോർത്ത് സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇത് ഇൻഡസ്ട്രിയിൽ എല്ലാ പിണക്കവും ടെമ്പററി ആണല്ലോ. നമ്മൾ ആരും പെർമനന്റ്ലി ഒന്നും കൊണ്ട് നടക്കില്ലല്ലോ. ചിലപ്പോൾ ഞാനും പിണങ്ങും, വീണ്ടും സിനിമ ചെയ്യില്ല. ഞങ്ങൾ പിണങ്ങോ? അല്ല ചേച്ചി, സിനിമ ചെയ്തതിനു ശേഷം പിണങ്ങണ്ടേ? അത് സിനിമ ചെയ്യണം അതിന്. അതുകൊണ്ട് ഇവിടെ ഒന്നും പെർമനന്റ് അല്ലല്ലോ, എല്ലാം ആ സമയത്തുള്ള. ചേട്ടാ നമുക്ക് ഒരു ജയിലർ വന്നപ്പോ കറക്റ്റ് ഒരു ജയിലർ കൊണ്ടുവന്ന ഒരു ക്ലാഷ് ചെയ്തു. ഇപ്പൊ തഗ് ലൈഫ് വരുമ്പോ അതില് ഞാന് ചേട്ടൻ അറിഞ്ഞുകൊണ്ടാണോ അങ്ങനെ ഇത്ര ധൈര്യമുള്ള ഒരു നടനുള്ളൂ? കാര്യമായിട്ട് സത്യം പറഞ്ഞു എന്നെ ഊക്കി ഇതായിക്കോട്ടോ. അല്ല, ആ ധൈര്യം എനിക്ക് ജനിച്ചപ്പോ മുതലുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അത് നമ്മുടെ ഒരു സുഹൃത്ത് ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് ബാലു എന്ന് പറഞ്ഞിട്ട്. ആ പുള്ളിയാണ് നായകൻ. അപ്പൊ എന്നെ ഒരു അര ദിവസത്തേക്ക് ഞാൻ ചേട്ടാ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനത് വളരെ അതാ പറഞ്ഞേ, അവൻ വിളിച്ചാലും ഞാൻ പോകും, നീ വിളിച്ചാലും ഞാൻ വരും, അത്രേ ഉള്ളൂ. നമ്മുടെ ജോലിയല്ലേ. അതാണ് എന്ത് ചതിയാണ്. അതിൽ ഞാൻ അതിനകത്ത് ഒരു അര ദിവസത്തെ അല്ലെങ്കിൽ ഒരു 1-2 സീനിൽ മാത്രമേ ഉള്ളൂ. എന്താണ് നമ്മൾ എന്താണെന്ന് സ്വീകരിക്കും, അത്രേ ഉള്ളൂ.